ആളാ. പക്ഷെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണ കുറെ പാർട്ടി ഗുണ്ടകളുണ്ട്. അവരൊറ്റ ഒരിക്കൽ പ്ലാനാണിത്. അവരാൾക്ക് മാത്രം ഇവിടെ ജീവിക്കാം. അതിലുള്ള CPI പേർക്ക് പുല്ലാവല. അതിലൊക്കെ വോട്ട് ചെയ്തൊരു അണികൾ മാത്രം. ബാക്കിയുള്ള ഇവരുടെ ആൾക്കാർക്ക് മാത്രം ഒക്കെ പാകപ്പെടുത്തി 2 വീട് 3 വീട് അച്ഛനും മകനും വീട് അങ്ങനെ 5 കുടുംബമുണ്ട്. ഞങ്ങളെ കൊയിനാക്കൽ റോഡ് താമസിച്ചൊക്കെ വീടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ എവിടെ പോകാനാ? ഞങ്ങൾ എവിടുക്കാ പോകുന്നത്? പറയാനേ ഇത്ര ദിവസം വരെ തന്നില്ല. അപ്പൊ ഇതല്ലേ പ്രസവിക്കാൻ എനിക്ക് വരുന്നൊക്കെ എന്താ വളരെ മോശമായ വർത്താനാ. പക്ഷെ ഇപ്പൊ പറയാതിരിക്കണം എന്താ എന്റെ പ്രസവിച്ച മക്കളാ. ഞാൻ പ്രസവിക്കാൻ എനിക്ക് മക്കളില്ല. ആ ഒരു ബഹുമാനം കൊണ്ടാണ് അത്ര വിഷമമുണ്ട് ഉള്ളില്. എന്ന് തുടങ്ങിയ ഒന്ന് ഞങ്ങളെ കാണുമ്പോഴൊക്കെ കളക്ടർ ഓടും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ രാധക്കാരെ കണ്ട കളക്ടർ ഇപ്പൊ ഉദ്യോഗസ്ഥൻ ചൂടായി. നിങ്ങളൊന്ന് കളക്ടറെ കാണിന്ന്. ആ ചങ്ങായി അവിടുത്തെ കോട്ട് നിൽക്കുന്ന ചങ്ങായി മരത്ത് നിൽക്കണ് ആ കൊടി വെച്ച് നിൽക്കണേ ആ ചങ്ങായിനോട് പറഞ്ഞതാ കളക്ടറുകളൊന്ന് കാണിന്ന്. എനിക്ക് കാണണ്ട. ഇത് ലോകം അറിഞ്ഞാൽ മതി. ഈ കലക്ടറിനെ ഇവിടെ തന്നെ നിലനിർത്തണം. എത്ര എന്തിനാ കലക്ടറാണ് പോയിട്ട് ഇവിടെ ഒഴിക്കുന്നത്? കലക്ടറെ തന്നെ കുറ്റം കലക്ടറെ തന്നെ പറയും. ഒരേ നാട്ടിലെ ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടാകുമ്പോ പാർട്ടിക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും വിളിച്ച് ചോദിക്കണമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ ആൾക്കാരെ കുത്തിരി കയറ്റ മറ്റുള്ളവർ ജന്മ പട്ടി നാട്ടുമ്പോൾ ആട്ടുക. അപ്പൊ ഇവരെ കലക്ടറാ ഇവർ അന്വേഷിക്കണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യതാ. ഇവർക്കൊരു ഉത്തരവാദിത്തല്ലേ? ഈ ജനങ്ങളോട് ജനാധിപത്യ രാജ്യത്തോട് ഭരിക്കാൻ നിൽക്കുന്ന ആൾക്കാരോട് ഒരു പ്രതിബദ്ധത ഇരിക്കില്ലേ? ഇപ്പൊ പോയപ്പോ ചങ്ങായി പറയാം ഞാൻ സുഖമില്ലാത്ത ഒരാളാ. ഞാൻ പാർട്ടി പേഷ്യന്റാ. ഞാൻ മുത്രയ്ക്കാൻ വേണ്ടി അയാൾ പറയാം നിങ്ങളൊന്ന് കളക്ടറെ കാണി ഞാൻ നോക്കട്ടെ എന്ന്. അപ്പൊ ഇവരെല്ലാവരും ഒരു കടമയല്ലേ മുത്ത? ഇവരൊക്കെ എന്തിനു ഇവിടെ വേണം? അത് പറയും. ഈ ഉദ്യോഗസ്ഥ ഞങ്ങൾക്ക് ഇത്രയും വീഴ്ച വരുന്നത് ഇങ്ങനത്തെ ഒരു കുറച്ച്. ആ കത്ത് ഒരു കല്ലായി, ആ കല്ല് ഒരു വീടായി. ഈ ചിരികൾ തുടരട്ടെ, സ്മൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീടിൻ്റെ കഥ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പം നിങ്ങൾ കേട്ടതും ഇതുപോലെ ഒരു വീടിൻ്റെ കഥ തന്നെ. എന്നാൽ ആ വീട് ലഭിച്ച ആളുടെ കഥയല്ല. ദുരിതം കൊണ്ട് ഒരു രാത്രി കൊണ്ട് എല്ലാം തകർന്ന് നഷ്ടമായ ഒരാളുടെ വേദനയാണ് നിങ്ങൾ കേട്ടത്. പറഞ്ഞു വരുന്നത് വയനാട് ടൗൺഷിപ്പിനെ കുറിച്ചാണ്. മമ്മൂട്ടി പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ടൗൺഷിപ്പ്. ആ ടൗൺഷിപ്പിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും പാർട്ടി നോക്കി തെരഞ്ഞെടുക്കുകയാണ്. പാർട്ടിക്കാരല്ലാത്തവരെ പട്ടിയെ ആട്ടും പോലെ ആട്ടുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് രാഷ്ട്രീയം കലക്കി ചേർത്ത് വേണ്ട വിധത്തിൽ ഉപഭോക്താക്കളെ പോലും തിരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയം വേണ്ട വിധത്തിൽ കുത്തി നിറക്കുകയാണ് CPM-ഉം പിണറായി വിജയൻ്റെ അടിമകളും നടത്തുന്നത്. കളക്ടർ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കണ്ടിരുന്നു. ഈ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ ഒരു കളക്ടർ വികാരാതീതയായിട്ട് കണ്ണ് നിറയുന്നത്. ആ കളക്ടറെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. കളക്ടറും ഇതേപടി രാജാവിൻ്റെ അടിമകളായി മാറുന്ന ഉദ്യോഗസ്ഥരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ് അയാൾ പ്രശംസ അർഹിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ MLA ആവാൻ കിട്ടിയ ദിവസങ്ങൾ അല്ലെങ്കിൽ കാലാവധി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് മുതൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവ് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 1.5 വർഷം തികയില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു 1.5 വർഷത്തിനിടയിൽ അതിൽ പലതും വിവാദങ്ങളും ആരോപണങ്ങളും പുകമറകളും പരാതികളും ഒക്കെ ആയിട്ട് പലയിടങ്ങളിലേക്ക് മാറി മറിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ടും അയാൾ താൻ പ്രതിനിധീകരിക്കുന്ന ജനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയാളെ ഈ പറയുന്ന രീതിയിൽ ഈ വ്യക്തിയെ അങ്ങനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ച വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഈ പറയുന്ന ഒരു കത്ത് കിട്ടിയ കഥ, ആ കത്ത് എങ്ങനെ ഒരു കല്ലിടലിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ കഥ, ആ കല്ല് എങ്ങനെ ഒരു വീടായി എന്നുള്ളതിൻ്റെ കഥ, ആ വീട് എങ്ങനെ കഴിഞ്ഞ ദിവസം താക്കോൽ കൈമാറ്റം നടത്തി എന്നുള്ളതിൻ്റെ കഥയാണ് വളരെ ഒരു ചെറിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ ആ കമൻറ്റ് ബോക്സ് വളരെ ജിജ്ഞാസയുണ്ടാവുമല്ലോ. കാരണം അയാൾ വളരെ വലിയ ആരോപണങ്ങളും വിവാദങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്നതിനിടയിൽ ഇത്തരം പ്രവർത്തികൾ നടത്തുമ്പോൾ എങ്ങനെയാണ് ജനം അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ പണിയും ഒറ്റക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരൻ, പേഴ്സണലി എന്തുമായിക്കോട്ടെ രാഷ്ട്രീയത്തിലെ നല്ല വ്യക്തിത്വം എന്നൊരാൾ പറയുന്നുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് വയനാടിലെ സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് നിർമ്മിച്ച ഒരു ടൗൺഷിപ്പ് ഉണ്ട്. സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ വാരിക്കോരി നൽകിയിട്ട് 740 കോടി രൂപയായ ഒരു ടൗൺഷിപ്പ്. ഈ ടൗൺഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിലത് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്.
ടൗൺഷിപ്പിലേക്ക് ആകെ വന്ന തുക, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം, അതും ഈ പറയുന്ന വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം എന്ന് പറയുന്നത് 740 കോടി രൂപയാണ്. സർക്കാർ വെക്കുന്ന വീടുകൾ എത്രയാ? 400 വീടുകൾ അല്ലേ? ഒരു വീടിന് 20 ലക്ഷം ചിലവാകുമെന്ന് ആര് പറയുന്നു? സർക്കാർ പറയുന്നു. അപ്പോൾ 400 വീടുകൾക്ക് 20 ലക്ഷം വീതം ചിലവാക്കിയാൽ 80 കോടി രൂപ. പിന്നെ പറയുന്നത് ആ ടൗൺഷിപ്പിൽ ഒരു സ്കൂൾ ഉണ്ടാകും, ഹോസ്പിറ്റൽ ഉണ്ടാകുമെന്നാണ്. ഇത് രണ്ടിനും കൂടി 20 കോടി രൂപ, സ്കൂളിനും 20 കോടി രൂപ ഹോസ്പിറ്റലിനും നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാലും, എന്നിട്ടും ഒരു അടിസ്ഥാന സൗകര്യം മറ്റുള്ള ഈ പറയുന്ന ലാൻഡ്സ്കേപ്പിങ്ങിനും മറ്റുള്ളതിനൊക്കെ വേണ്ടി ഒരു 20 കോടി മാറ്റി വെച്ച് കഴിഞ്ഞാലും ടോട്ടൽ 80 + 20 + 20 + 20 എന്ന് പറഞ്ഞാൽ 80 + 60 എന്ന് പറഞ്ഞാൽ 140 കോടി രൂപ. ലഭിച്ചിരിക്കുന്നതോ 740 കോടി രൂപ. ഈ 140 കോടി രൂപ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയും അതിൽ 600 കോടി രൂപ ബാക്കിയാണ് അല്ലേ? ഈ 600 കോടി രൂപ, ഈ 600 കോടി രൂപയോടെ എന്ന് പറഞ്ഞാൽ 700 കോടിയിൽ 140 കോടി രൂപ ഈ ടൗൺഷിപ്പിന്, ബാക്കിയുള്ളത് 600 കോടി രൂപ. ഈ 600 കോടി രൂപ എവിടെ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ പുട്ടടിച്ചു. ഏതുപോലെ? MS ഓഫീസ് സർവീസ് ചെയ്തതിന് മകളുടെ അക്കൗണ്ടിലേക്ക് 2.5 കോടി വന്നതുപോലെ 600 കോടി രൂപയും പിണറായി വിജയൻ അണ്ണാക്കിലേക്ക് തള്ളി വെള്ളം തൊടാതെ വിഴുങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? ഇപ്പോഴാണ് ഞാനിങ്ങനെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, രാഹുൽ മാങ്കൂട്ടം എങ്ങാനും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ പറയുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പുനരധിവാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജൻ പറഞ്ഞ ഒരു വാക്കാണ്, കെ രാജൻ മന്ത്രി. എന്താണ്? കല്ലിട്ടു, കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ചു, അതൊരു വീടായി മാറി, ഞങ്ങളാരും കല്ലിട്ട് പോകുന്നവരല്ല എന്ന്. പിണറായി വിജയൻ 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ പല രീതിയിലുള്ള ഹൗസിംഗ് പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കല്ലിട്ടിട്ടുണ്ട്. ആ കല്ലുകളൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ഈ പറയുന്ന രീതിയിൽ, എന്തിന്, കണ്ണൂർ അഴീക്കോട്, അതുപോലെ മാവൂരിൽ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇതുപോലെ കല്ലിട്ടിട്ടുണ്ട്. ആ കല്ലുകളൊക്കെ കല്ലുകളായിട്ട് നിൽക്കുന്നുണ്ട്, കല്ല് പോലുമില്ല. ഈ പറയുന്ന പിണറായി വിജയന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫലകം വെച്ചിട്ടുണ്ട്, ആ ഫലകം മാത്രം അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കാട് പിടിച്ചിട്ട്. അതിനപ്പുറത്തേക്ക് ഒരു കല്ലിൻ്റെ മുകളിലും മറ്റൊരു കല്ല് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് വളരെ വ്യത്യസ്തനാകുന്നത് അല്ലേ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റ് 16 രാഹുൽ മാങ്കൂട്ടം ഈ സ്മൈൽ ഭവന പദ്ധതിയുടെ 5 വീടുകൾക്കുള്ള തറക്കല്ലിടൽ കർമ്മം നടത്തുന്നത് അല്ലേ? 2025 ഓഗസ്റ്റ് 20 എന്ന് പറഞ്ഞാൽ ആ കർമ്മം നടത്തിയിട്ട് 4 ദിവസങ്ങൾക്കിപ്പുറം ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയരുന്നത്, പരാതികൾ ഉണ്ടാവുന്നത്, വിവാദങ്ങൾ ഉണ്ടാവുന്നത്, മാധ്യമ വിചാരണകൾ ഉണ്ടാവുന്നത് ഒക്കെ ഉണ്ടാവുന്നത്. എന്നിട്ടും അയാൾ ഈ കല്ലിട്ടതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, കൃത്യമായി ആ പദ്ധതികൾ അയാൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ആദ്യ വീടിൻ്റെ താക്കോൽ ദാനം കൈമാറ്റവും നടത്തി അല്ലേ? വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വീടുകളുടേത് ഓരോന്നോരോന്നായിട്ട് വരും. അപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കാണിച്ചു എന്നുള്ളതാണ് അല്ലേ? ഇവിടെ വലിയൊരു ചോദ്യമായി ബാക്കിയാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതാണ്. 740 കോടി രൂപ ഈ പറയുന്ന മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്കാണല്ലോ, ഈ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ. ഈ 3 പ്രദേശത്ത് കൂടി ആകെ ടോട്ടൽ കണക്കിലെടുത്താൽ 700 കുടുംബങ്ങൾ ഉണ്ടാവില്ല, 500-ൽ താഴെ കുടുംബങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് പോലും ഈ പറയുന്ന ആളുകൾക്ക് ഓരോ കുടുംബത്തിനും ഓരോ കോടി രൂപ വെച്ച് നൽകിയാലും പിന്നെയും അതിൽ പണം ബാക്കിയുണ്ടായേനെ. എന്ന് പറഞ്ഞാൽ ജനം കൊടുത്ത പണം അത് വിനിയോഗിക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം നീചനും നികൃഷ്ടനും പരനാറിയുമായിട്ടുള്ള ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും അല്ലേ? ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ഒരു പുതിയ ടാഗ് ലൈൻ വന്നിട്ടുണ്ട്. എന്താണ്? LDF അല്ലാതെ മറ്റാരുണ്ട്
എന്നാണ് ചോദ്യം. എന്താണ് പുതിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ വാചകമാണ് LDF അല്ലാതെ മറ്റാരുണ്ട്. ശരിയാണ്, LDF അല്ലാതെ മറ്റാരുണ്ട്? ഈ ദുരിതബാധിതരുടെ പണം മുക്കാൻ, അത് നക്കാൻ പറ്റിയ വേറെ ആരുണ്ട്? 740 കോടിയിൽ 140 കോടി ചെലവഴിച്ചു, ശരി. ബാക്കി 600 കോടിയും പിണറായിയുടെ അള്ളാക്കിലേക്ക് തള്ളി. ഇവിടെയും ഇനിയൊരു ആളും കൂടിയുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം കക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? ശരിയാണ്, മറ്റാരുമില്ല. അയ്യപ്പൻ്റെ സ്വർണം കക്കാനുള്ള ധൈര്യം ഈ സഖാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അയ്യപ്പൻ്റെ സ്വർണം കക്കാനും LDF അല്ലാതെ മറ്റാരുണ്ട്? വളരെ കൃത്യമാണ്, ആരും തന്നെയില്ല. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ടാഗ് ലൈൻ വളരെ മികച്ചതാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അയ്യൻ്റെ സ്വർണം കക്കാൻ മറ്റാരുമില്ല, ദുരിതബാധിതരുടെ പണം മുക്കാൻ അതിനും മറ്റാരുമില്ല. ആ മുക്കിയതും നക്കിയതും, അയ്യൻ്റെ സ്വർണം വിറ്റതും അത് നക്കിയതും ഈ പറയുന്ന സഖാക്കളാണ്. പിണറായി വിജയനാണ്, പിണറായി വിജയൻ്റെ അടിമകളാണ്. അടിമകൾ കട്ടു, പിണറായി വിജയൻ നക്കി. അടിമകൾ മുക്കി, പിണറായി വിജയൻ നക്കി എന്ന് പറഞ്ഞാൽ അയ്യൻ്റെ പൊന്ന് കക്കാനും ദുരിതബാധിതരുടെ പണം മുക്കാനും LDF അല്ലാതെ മറ്റാരുമില്ല. വളരെ കൃത്യമാണ്, നിങ്ങളത് ചെയ്തിരിക്കുന്നു. നിങ്ങളാണ് കള്ളന്മാർ, അമ്പല കള്ളന്മാരും നിങ്ങൾ തന്നെ, ദുരിതാശ്വാസ ഫണ്ട് കട്ടവരും നിങ്ങൾ തന്നെ, എല്ലാം ഈ പറയുന്ന പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ നേരിട്ട് പോയി കട്ടതല്ല, അടിമകളെ കൊണ്ട് കൊള്ളയടിച്ചു, പിണറായി വിജയൻ നക്കി. അടിമകൾ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തു, പിണറായി വിജയൻ നക്കി. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.